യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന് സൗദിയിൽ യുഎസുമായി നടന്ന നിർണായക ചർച്ചയിൽ റഷ്യ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാനും എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കാനും തീരുമാനമായി. യുക്രൈനെ ഭാഗമാക്കാത്ത ചർച്ചയിൽ യൂറോപ്യൻ നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നാളത്തെ സൗദി യാത്ര മാറ്റിവെച്ചു. ഈ മാസാവസാനം സൗദിയിൽ നടക്കേണ്ട ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് റിയാദിലെ ചർച്ച. റിയാദിൽ സൗദി കിരീടാവകാശിയുടെ ക്ഷണപ്രകാരം മധ്യസ്ഥ ചർച്ചയിലേക്ക് റഷ്യൻ ഉന്നത സംഘം ഇന്നലെ എത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തോടെ സങ്കീർണമായ റഷ്യ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രാഥമിക ചർച്ചകളാണ് ഇന്ന് നടന്നത്. പ്രശ്നത്തെ തുടർന്ന് തിരികെ വിളിച്ച നയതന്ത്ര ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് ഇന്നത്തെ പ്രധാന നേട്ടം. സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് റഷ്യ ചർച്ച നാളെയും തുടരും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാനും ഇരു കൂട്ടരും ധാരണയിലെത്തി. നാറ്റോയിലേക്ക് യുക്രൈനെ ചേർക്കാനുള്ള ശ്രമമാണ് യുദ്ധത്തിന്റെ മൂലകാരണമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. സമാധാന ശ്രമത്തിനുള്ള കരാർ റഷ്യ, യുക്രൈൻ, യൂറോപ്പ് എന്നിവർക്കെല്ലാം ഒരുപോലെ സമ്മതമായിരിക്കുന്നതായിരിക്കണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു. Something we're very grateful for. Something we're very grateful for the partnership that we have with them on a host of issues, and this being one of them, where we thank them for doing it, and we hope that they will. I think they've offered, and I believe that they will continue to be helpful in any way they can. സമാധാന ശ്രമത്തിന് വേദിയൊരുക്കിയതിന് സൗദി അറേബ്യയെ പ്രശംസിച്ചു. ഇതിനിടെ സമാധാന ചർച്ചാ ശ്രമത്തിൽ യൂറോപ്യൻ യൂണിയനെയും യുക്രൈനെയും മാറ്റി നിർത്തിയെന്ന ആരോപണം തള്ളി. റഷ്യയുമായി ചർച്ച നടത്തി മാത്രമേ വിഷയത്തിൽ പരിഹാരം കാണാനാകൂ. അതിന് തയ്യാറായ വ്യക്തിയാണ് ട്രംപെന്നായിരുന്നു റൂബിയോയുടെ മറുപടി. ആദ്യ ദിനം പോസിറ്റീവായ പ്രതികരണമാണ് ഇരു കൂട്ടരും നടത്തിയത്. സൗദി മധ്യസ്ഥതയിൽ നാളെയും ചർച്ചകൾ തുടരും. ഇതിനിടയിൽ ഗസ വിഷയത്തിലും ഇരു രാജ്യങ്ങളും സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.